ഈ ചൂടിൽ നിന്ന് നമുക്ക് നേരെ തെരഞ്ഞെടുപ്പ് ചൂടുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി നോക്കാം. പശ്ചിമ ബംഗാൾ സാക്ഷ്യം വഹിക്കുന്നത് വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടത്തിനാണ്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ BJPക്കായി ഇന്നും സംസ്ഥാനത്തുണ്ട്. വൈകുന്നേരം മമതാ ബാനർജിയും റാലികൾ സംഘടിപ്പിക്കും. അതേസമയം ബംഗാളിൽ ഇന്നും ED പരിശോധന നടന്നു. ബംഗാളിൽ നിന്ന് നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ, അടുത്ത ഘട്ടം അതിന്റെ ആവേശം കൂട്ടാൻ വേണ്ടി താരപ്രചാരകർ തന്നെ വന്ന് ഇളക്കി മറിക്കുന്ന കാഴ്ചയാണ്. ദീദിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി BJP അവിടെ ഇളക്കി മറിക്കുകയാണോ? പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തുന്നു. അതിനൊപ്പം തന്നെ EDയുടെ പേടിപ്പിക്കൽ അതിപ്പോഴും ഇങ്ങനെ തുടരുന്നു അല്ലേ? ബംഗാളിൽ റെക്കോർഡ് പോളിംഗ് ആണ് ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്. റോഷ്നി, പശ്ചിമ ബംഗാളിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഇപ്പോൾ 4 ദിവസം മാത്രമാണ് ഉള്ളത്. ഇന്നിപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമൽപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിന് റാലിയിൽ പങ്കെടുക്കും. അതോടൊപ്പം JP നദ്ദ അടക്കമുള്ള ആളുകളും BJPക്ക് വേണ്ടി സംസ്ഥാനത്തുണ്ട്. മമതാ ബാനർജി ആണെങ്കിൽ സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ ഇന്നിപ്പോൾ 4 മണി മുതൽ നിരവധി റാലികളിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ അവസാന മണിക്കൂറുകളിൽ, അവസാന ദിവസങ്ങളിൽ വലിയ വാശിയേറിയ പോരാട്ടത്തിലാണ് പശ്ചിമ ബംഗാൾ എന്താണെന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ പശ്ചാത്തലമുണ്ട്. രണ്ടാം ഘട്ടത്തിലും അതേ പോളിംഗ് ശതമാനത്തിലേക്ക് പോകണം എന്നാണ് നേതാക്കളുടെയും പാർട്ടികളുടെയും ഒരു താല്പര്യം. അതിനനുസരിച്ച് ഇളക്കി മറിച്ചുള്ള പ്രചരണമാണ് നടക്കുന്നത് എന്ന് വേണം പറയാൻ. നല്ല ചൂടാണ് പശ്ചിമ ബംഗാളിൽ. നല്ല ചൂടുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ റാലികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഒപ്പം CPM വേണ്ടിയാണെങ്കിൽ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള ആളുകളുണ്ട്. കോൺഗ്രസിനാണെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളും അത്തരത്തിൽ പ്രചാരണത്തിനായി ഇന്നിപ്പോൾ സംസ്ഥാനത്തുണ്ട്. അതേസമയം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രചരണം കൊഴുക്കുമ്പോൾ മറുവശത്ത് ED പോലുള്ള കേന്ദ്ര ഏജൻസികൾ പശ്ചിമ ബംഗാളിൽ പരിശോധനകളും മറ്റും നടത്തുന്നു എന്നുകൂടി നമ്മൾ ഇക്കടത്തിൽ എടുത്തു പറയണം. റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സർക്കാർ അനുവദിച്ച റേഷൻ പല വഴി മറിച്ചു വിറ്റതുമായി ബന്ധപ്പെട്ട കേസിൽ, കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കേസിൽ ഇന്നിപ്പോൾ കൊൽക്കത്ത അടക്കം 9 ഇടങ്ങളാണ് EDയുടെ പരിശോധന ഉണ്ടായത്. തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കേസാണ്. സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് എന്ന് കൃത്യമായി തന്നെ TMC ആരോപണം ഉന്നയിക്കുന്നു. അത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ അവസാന മണിക്കൂറുകൾ സംസ്ഥാനത്ത് ഉണ്ട് എന്നത് എത്രത്തോളം വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നവരാണ്. അതായാലും ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രചരണ പരിപാടിയുമായി സംസ്ഥാനത്തുണ്ട്. നാളെയും മറ്റന്നാളും കൂടി മാത്രമാണ് ഇനിയിപ്പോൾ പരസ്യ പ്രചരണത്തിന് അവസരമുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി ഇളക്കി മറിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുക, അത് വോട്ടാക്കി മാറ്റുക. ഒന്നാം ഘട്ടത്തിലെ ഉയർന്ന പോളിംഗ് ശതമാനം വലിയ ആത്മവിശ്വാസം BJPക്കും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിലും അതേ പോളിംഗ് ശതമാനം വേണം എന്നാണ് പാർട്ടിയുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ കാടടച്ചുള്ള പ്രചരണമാണ് ഇന്നിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഷ്നി, ശരി. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.